വെൽക്കം. പുണ്യം എന്നുമെങ്ങും നിറയും വെളിച്ചമേ, കരുണതൻ കനിവായി തീർന്നിടണേ. അകതാരിൽ അറിവിൻ്റെ നാളം കൊളുത്തുവാൻ പുണ്യമായി മാറണമേ, പുണ്യമായി മാറണമേ. നല്ല വാക്കോതുവാൻ നാവു വഴങ്ങിടാൻ നിൻ കൃപ ചൊരിയണമേ. നന്മയാകുന്ന നേരറിഞ്ഞിടുവാൻ ദിവ്യജ്ഞാനമായുണരണമേ, ദിവ്യജ്ഞാനമായുണരണമേ. ഐക്യത്തോടെ എന്നും പുലരുവാൻ നേർവഴി തെളിക്കണമേ. ശുദ്ധ സ്നേഹമായി വാഴും ദയാനിധി, തടസ്സങ്ങൾ നീക്കിടണേ, തടസ്സങ്ങൾ നീക്കിടണേ. വിദ്യയെ കീടണം സ്വഭാവ വിശുദ്ധിയും മനഃശുദ്ധിയും ഈ ജീവന്. ക്ഷിതി തന്നിൽ സാക്ഷിയാം സർവേശ്വര പ്രഭു, തുണയാകണം എന്നും വരമേകണം, തുണയാകണം എന്നും വരമേകണം, തുണയാകണം എന്നും വരമേകണം. ഓർത്തെടുക്കുക എന്ന അതുല്യമായ ഒരു പാഠവും ഇല്ലായിരുന്നെങ്കിൽ മറവിയുടെ ചിന്തകൾ എന്നേ നമ്പിലെ ചിന്തകൾ കാർന്നെടുക്കുമായിരുന്നു. അതെ, ഓർമ്മകൾ അനുഗ്രഹമാണ്. കണ്ടതും കേട്ടതും മനസ്സിൽ ഉറപ്പിച്ചതുമായ ഒരുപിടി അറിവിന്റെ കനലുകളെ ഊതിക്കത്തിക്കാൻ ഓർമ്മകൾക്ക് കൂട്ടുപിടിക്കാം. നിശബ്ദമായ മനസ്സിനെ ശബ്ദിക്കുന്ന അക്ഷരങ്ങളെ ക്ഷമയോടെ കണ്ടെത്താം. മറവികൾ മനുഷ്യന് സാധാരണമാണ്. ഒരുപക്ഷെ ഓർമ്മയിൽ തെളിയുന്നതും മറവിയുടെ മാറാലിയിൽ ഒളിഞ്ഞിരിക്കുന്നതുമായ അറിവുകളെ ഒന്ന് ഓർമ്മ പുതുക്കിയെടുക്കേണ്ടത് അനിവാര്യമല്ലേ. നാദം 22. കാലം വായിക്കാത്ത നൂപുരതുനി. ഇതുവരെ പഠിച്ചതും ചിന്തിച്ചതും കൈപ്പിടിയിലാക്കിയതും മനസ്സിൽ ഉറപ്പിച്ചതുമായ പഠന പ്രവർത്തനങ്ങളുടെ പുനരവലോകനം. പരീക്ഷയിലൂടെയും ചർച്ചകളിലൂടെയും വിശകലനങ്ങളുടെയും ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് അറിവിന്റെ ആഴങ്ങളിലേക്ക് ഒരു തിരിച്ചുപോക്ക്. ഉച്ചയ്ക്ക് ഒച്ചവെച്ചു പോകുന്ന ഉച്ചഭാഷണ പുറകെ ഓടി നടക്കുന്ന ബാല്യത്തെ ഒന്ന് തിരിഞ്ഞു വിളിക്കാം. ഓർമ്മകൾക്ക് കാതോർക്കാം. മത്സര പരീക്ഷകൾ മുതൽക്കൂട്ടാക്കാൻ, നിങ്ങളിലെ അറിവുകൾ കൂടുതൽ ഉറച്ചതാക്കാൻ നാദത്തിന് കഴിയട്ടെ. ഓർക്കുക, നിങ്ങളെന്ന വ്യക്തിയല്ല, നിങ്ങളിലെ വ്യക്തിത്വത്തെയാണ് കാലം ഓർത്തിരിക്കുക. നാദം 22. കാലം വായിക്കാത്ത നോപുര ധ്വനി. നാദം കാലം വായിക്കാത്ത നോപുരധ്വനി. ഇന്ത്യൻ പോളിറ്റി. രാജ്യത്തെ അറിയാൻ. May 1st, 2022. അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ പോളിറ്റി, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഒന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. ഇന്ത്യൻ പോളിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം സിവിൽ സർവീസ് പരീക്ഷയിൽ വളരെ ചിന്തിച്ച് പഠിക്കേണ്ട ഒരു പഠന മേഖലയാണ്. കാരണം ഇന്ത്യൻ പോളിറ്റി അല്ലെങ്കിൽ
ഇന്ത്യൻ ഭരണഘടന നമ്മൾ കൃത്യമായിട്ടും പഠിക്കണം. അതിലുപരി പഠിക്കുകയല്ല ചെയ്യുന്നത്, അത് മനസ്സിലാക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ മനസ്സിലാക്കിയെടുത്തത് ഒരിക്കലും ചോദ്യരൂപേണ വരില്ല. നമ്മൾ പഠിച്ചത് എത്രമാത്രമാണെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ സിവിൽ സർവീസ് പരീക്ഷയിലെ ആദ്യ ഭാഗമായിട്ടുള്ള പ്രാഥമിക പരീക്ഷയിൽ ഇന്ത്യൻ പൊളിറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കിടക്കുന്ന ഒരു ഭാഗം നമ്മൾ ചിന്തിക്കുന്ന പോലെയായിരിക്കും ചോദ്യങ്ങൾ വരിക. ഇന്ത്യൻ പൊളിറ്റി നമ്മൾ ചർച്ച ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു ഭാഗമാണ് ഇതിൽ കൂടുതലായിട്ടും പ്രാമുഖ്യം കൊടുക്കേണ്ടത്. കാരണം അറിവുകൾ കൂടുന്തോറും നമ്മളിലെ അഹങ്കാരം കൂടുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണഘടനയിൽ ഒന്നാണ്. അതിൽ ആദ്യം എഴുതിയപ്പോൾ 395 ആർട്ടിക്കിളും, അത് കൃത്യമായിട്ട് മുഴുവൻ പഠിക്കണം എന്ന് ചോദിച്ചാൽ പഠിക്കണം, പഠിക്കണ്ടേ എന്ന് ചോദിച്ചാൽ പഠിക്കണ്ട. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒരു പൗരൻ നമുക്ക് വളരെ അമികാമ്യമാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയിലെ ഇന്ത്യൻ പൊളിറ്റി എന്ന ഒരു പാഠ്യപദ്ധതിയിൽ അതിൻ്റെ മൂല്യം അറിഞ്ഞ് മാത്രമേ പഠിക്കാൻ അരച്ചു കലക്കി കുടിക്കണമെന്ന് ചോദിച്ചാൽ അരച്ചു കലക്കി കുടിക്കണം. പക്ഷേ അരച്ചു കലക്കി കുടിക്കുന്നതിൽ നിന്ന് അതിലേതൊക്കെ അംശം നമുക്ക് വേണം എന്ന് മാത്രം ചിന്തിച്ച് വേണം പഠിക്കാൻ. ഒരിക്കലും സിവിൽ സർവീസ് പരീക്ഷയിൽ നേരിട്ട് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുകയില്ല. ഇന്ത്യൻ പൊളിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഇൻഡയറക്റ്റ് ആണ് ക്വസ്റ്റ്യൻ സിവിൽ സർവീസ് പരീക്ഷയിലെ പ്രാഥമിക പരീക്ഷയിൽ വരിക. അതുപോലെ തന്നെ അത് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്നതിൻ്റെ കാരണം അത് എവിടുന്നാന്ന് ചോദിച്ചാൽ കറണ്ട് അഫയേഴ്സുമായിട്ട് വളരെയധികം ലിങ്ക് ചെയ്തിട്ടാണ് ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുക. ഒരിക്കലും ഡയറക്റ്റ് ചോദിക്കത്തില്ല. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ത്രൂ ഡയറക്റ്റ് ആണ് വരിക. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പൊളിറ്റി പഠിക്കുമ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ പങ്ക് വളരെയധികം കൂടുതലാണ്. The polity of India is a unique specimen in the world. There are two easily observable things that define this specimen. One, that we inherited long tradition of democratic functioning and even longer tradition of democratic debate and discussion. And two, our body politic is purely an evolution in which the growth of the institutions, both democratic and republic, being the process of the change since beginning of history. The ultimate result of this process is our constitution and all the public institutions of the country like the parliament and the Supreme Court. The rate on the Indian polity is thus to the read by proxy the history, cultural development and social evolution in India. ഇന്ത്യൻ പൊളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു യുണീക്ക് വേൾഡ് ലോകത്തിലെ തന്നെ ഒരു യുണീക്കായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ പൊളിറ്റി അല്ലെങ്കിൽ പൊളിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിൽ തന്നെ അതിന് രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ലോങ് ട്രഡീഷൻ ഡെമോക്രാറ്റിക് ഫങ്ഷനിങ്ങും അതുപോലെ തന്നെ ബോഡി പൊളിറ്റിക്സ് പ്യുർ ഇൻ എവല്യൂഷനുമായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. അപ്പം എല്ലാത്തിൻ്റെയും കൂടെ ഒരു സംരക്ഷണ രൂപമാണ് ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുമ്പോൾ. കുറേയധികം ഭരണഘടനാ സ്ഥാപനങ്ങളും അതിലുപരി അതിനോട് പ്രവർത്തിക്കുന്ന കുറേയധികം കാര്യങ്ങളുമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇന്ത്യയുടെ രാഷ്ട്രീയവും ലോകത്തിലെ ഒരു സവിശേഷത മാതൃകയാണ്. ഈ മാതൃകയെ നിർവചിക്കുന്ന എളുപ്പത്തിൽ നിരീക്ഷിക്കാവുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ജനാധിപത്യ പ്രവർത്തനത്തിന്റെ നീണ്ട പാരമ്പര്യങ്ങളും
ജനാധിപത്യ സംവിധാനങ്ങളും ചർച്ചകളിലും ദൈർഘ്യമേറിയ പാരമ്പര്യങ്ങൾ നമ്മുടെ പാരമ്പര്യമായി ലഭിച്ചു. 2, നമ്മുടെ ശരീരം രാഷ്ട്രീയം തികച്ചും ഒരു പരിണാമമാണ്. അതിൽ സ്ഥാപനങ്ങളുടെ വളർച്ച ജനാധിപത്യപരവും പൊതുപരവും ചരിത്രത്തിന് തുടക്കം മുതൽ മാറ്റത്തിന്റെ പ്രക്രിയയിലാണ്. ഈ പ്രക്രിയയുടെ ആത്യന്തിക ഫലം നമ്മുടെ ഭരണഘടനയും പാർലമെന്റ്, സുപ്രീം കോടതി തുടങ്ങിയ രാജ്യത്തെ എല്ലാ പൊതുസ്ഥാപനങ്ങളുമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് വായിക്കുമ്പോൾ പ്രോക്സി വഴി വായിക്കുക. ഇന്ത്യയുടെ ചരിത്രം സാംസ്കാരിക വികസന സാമൂഹിക പരിണാമമായിട്ട് മാറുകയാണ് ചെയ്യുക. Each society consists of some set rule or ideal that make it what it is and differentiate it from the other kind of societies. In large society, these rulers are formulated through consensus, and modern countries, this consensus is usually available in written form. One similar line, a constitution is a body or the document which consists of certain fundamental rules and a principle that all persons in the country can agree upon as the basis of the way in which they want to country to be governed. അപ്പം സൊസൈറ്റിയെ പറ്റി പഠിക്കുമ്പോൾ അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഇത് റിട്ടേൺ ആയിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും വലിയ ഒരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യയുടേത്. അതുപോലെ തന്നെ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നതുമാണ്. The constitution were created in the aftermath of population nation movement and were crafted by the popular leaders who had the ability to take forward the citizen with them and were highly credible, drawing upon a long history of the nationalist movement that had the remarkable ability to take along different sections of the society, example Nehru, B.R. Ambedkar, etc. The constitution drew enormous legitimacy from the fact that it was drawn up by people who enjoyed immense public credibility, who had the capability to negotiate and command the respect of the wide cross-section of the society, and who were able to convince the people that the constitution was not an instrument from the aggrandizement of their personal power. In some countries, not India, constitution was framed on the basis of the full-fledged referendum, where all the people vote on the disability of the constitution. അപ്പം ഇന്ത്യൻ ഭരണഘടന എഴുതുന്നതിന് മുന്നേ തന്നെ ഒരു നാഷണൽ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്താൽ മാത്രമേ ഇന്ത്യൻ ഭരണഘടന എങ്ങനെ രൂപീകൃതമായി എന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കൂ. കാരണം ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള നിരവധി കോലാഹലങ്ങളുടെയും സമരങ്ങളുടെയും മുഖത്തിൻ്റെ ഒടുവിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുക എന്നൊരാശയം വന്നപ്പോഴാണ് ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകൃതമായിട്ടുള്ള ചില കാര്യങ്ങൾ വന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നോടിയായിട്ട് പ്രവർത്തിച്ച നെഹ്റു, ഡോക്ടർ B.R. അംബേദ്കർ, അങ്ങനെയുള്ള ചില നിരവധി ആയിട്ടുള്ള ആൾക്കാർ, നിരവധിയായിട്ടുള്ള പേഴ്സൺസ് ഇന്ത്യൻ ഭരണഘടന എഴുതാനും അതിനെക്കുറിച്ച് പഠിക്കാനും കൃത്യമായിട്ടും ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണഘടന മറ്റു രാജ്യങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളിൽ ഇതുണ്ടാക്കാൻ വേണ്ടി തന്നെ റഫറൻഡമായിട്ട് മാത്രമേ സൂക്ഷിക്കുള്ളൂ. പക്ഷേ ഇന്ത്യൻ ഭരണഘടന അത് കൃത്യമായിട്ടും നിലനിന്നു പോകുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടന പഠിക്കുമ്പോൾ തന്നെ ഇതുണ്ടായ ചരിത്രം കൃത്യമായിട്ട് പ്രതിപാദിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ ഒരു സോള് കിട്ടുകയുള്ളൂ. How was the Indian Constitution made? Constitution was made by the Constitutional Assembly, which had been elected from the undivided India.
first sitting on the 9th December 1946 and reassembled as Constitutional Assembly for the divided India on the 14th August 1947. Much before the Constitutional Assembly finally came into being, the demand for such the Constitutional Assembly was first encouraged by Dr. Rajendra Prasad 1946. Rajendra Prasad quoted Mahatma Gandhi that Swaraj would be wishes for the people as expressed today their freely chosen representatives. However, the idea of the Constitutional Assembly to frame a constitution for India was first voted by the M.N. Roy in 1934. Members were elected in the indirect election by the members of the Provisional Legislative Assembly that had been established in 1935. The Constitutional Assembly was composed roughly along the lines suggested the plan proposed by the Committee on the British Cabinet, known as the Cabinet Mission. അങ്ങനെ ഇന്ത്യൻ ഭരണഘടന രൂപീകൃതമായി വന്നത് ഫസ്റ്റ് സിംഗിന് 1946 ഡിസംബർ 9-നാണ്. പിന്നീട് അത് പിന്നെയും മാറുന്നത് ഓഗസ്റ്റ് 14 1947 1917 സ്വാതന്ത്ര്യം കിട്ടുന്ന തലേദിവസമാണ്. അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി രൂപീകൃതമാക്കാൻ വേണ്ടി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 1946 കൃത്യമായിട്ട് ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് 1946 ഡിസംബർ 9-ന് ഫസ്റ്റ് സിറ്റിംഗ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി രൂപീകരിക്കാൻ വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന രൂപീകരിക്കാൻ വേണ്ടി 1947 ഡിസംബർ 9-നാണ് ഫസ്റ്റ് സിറ്റിംഗ് കൂടുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു മുൻതൂക്കമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന് 1934 M.N. റോയ് ആദ്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന കൃത്യമായിട്ട് വേണമെന്ന് ബ്രിട്ടീഷ് കമ്മിറ്റിയിൽ വെക്കുകയും അതിനെയാണ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ രൂപീകരിച്ചിട്ട് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കണം എന്ന് പറഞ്ഞത് M.N. റോയ് കഴിഞ്ഞിട്ട് M.N. റോയ് 1934 പറയുമ്പോഴും അത് കഴിഞ്ഞിട്ട് പ്രപ്പോസ്ഡ് ആ സമയത്തും ബ്രിട്ടീഷ് രാജാണ് ഇന്ത്യയിൽ. ബ്രിട്ടീഷുകാർ കമ്മിറ്റിയിൽ വെക്കുന്നു, ബ്രിട്ടീഷ് കമ്മിറ്റിയിൽ ക്യാബിനറ്റിൽ വെക്കുന്നു, ക്യാബിനറ്റ് അതിനെയാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. According to the plan, each province and each princely state or group of states were allotted seat proportionate to the represented population roughly in the ratio of the 1:10 lakh. The seats in each province were distributed among the three main communities, Muslim, Sikh and General, in proportion to their representative population. Members of each community in the provincial legislature assembly elected their own representative by the method of proportional representation with a single transferable vote. The method of the second in the case of representative of the princely state was to be determined by the consultation. അപ്പം ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു കുറച്ചധികം സംസ്ഥാനങ്ങൾ തമ്മിൽ യോജിച്ചു വരികയും അങ്ങനെ അതൊരു 1:10 ലക്ഷം എന്ന രീതി വരികയാണെങ്കിൽ, പോപ്പുലേഷൻ വരികയാണെങ്കിൽ അതിനെ ഒരു രാജ്യമായിട്ട് പ്രഖ്യാപിക്കുകയും അല്ലെങ്കിൽ സ്റ്റേറ്റ് ആയിട്ട് പ്രഖ്യാപിക്കുകയും അങ്ങനെ ഒരു രീതിയിൽ ഭരണഘടന രൂപീകരിക്കാം എന്നാണ് ഈ പ്രപ്പോസൽ വെച്ചത്, അല്ലെങ്കിൽ ക്യാബിനറ്റ് മിഷൻ പ്ലാനിൽ പ്രപ്പോസൽ വെച്ചിരുന്നത്. അങ്ങനെയാണ് ആദ്യമായിട്ട് ക്യാബിനറ്റ് മിഷനിലൂടെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി രൂപീകരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങി. അപ്പം റേഷ്യോ എന്ന് പറയുന്നത് 1:10 lakh ആയിരിക്കും. ഇത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോഴത്തിന് മുസ്ലിംസ്, സിഖ്, അതുപോലെ തന്നെ ജനറൽ, അങ്ങനെ 3 കമ്മ്യൂണിറ്റിയുള്ള പോപ്പുലേഷനായിട്ട് തിരിഞ്ഞായിരിക്കണം ഈ ഒരു ഭരണഘടനയിലുള്ള മറ്റു കാര്യങ്ങൾ നടത്തണമെന്നാണ് അന്നത്തെ ക്യാബിനറ്റ് മിഷൻ പ്ലാനിൽ കൃത്യമായിട്ടും പ്രതിപാദിച്ചിട്ടുള്ളത്. What is a Constituent Assembly? A body of the representative is composed of the drafting of the Constitution. In our times, we have recently seen how Nepal Constituent Assembly has drafted these Constitution recently.
we note that drafting of the Constitution is the only function of the Constitutional Assembly. Once the Constitution is ready and adopted, the Assembly is dissolved. Further, since members of the Constitutional Assembly are representatives, it's a form of a representative democracy. അപ്പം എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്ന് പറഞ്ഞാൽ, ഒരു ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി അതിന് മുന്നോടിയായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു, അല്ലെങ്കിൽ ഒരു അസംബ്ലി രൂപീകരിക്കുന്നു. ഇതിനെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി എന്ന് പറയുന്നത്. ഒരു ഭരണഘടന രൂപീകൃതമായി കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡിസോൾവ് ചെയ്യപ്പെടും. ഓസ്ട്രേലിയ, അപ്പം ഇന്ത്യ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കടമെടുത്താണ്. അപ്പം ഓസ്ട്രേലിയ എന്ന രാജ്യത്ത് നിന്ന് എടുത്തിട്ടുള്ളത് കൺകറന്റ് ലിസ്റ്റ്, ഫ്രീഡം ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സ്, ജോയിന്റ് സിറ്റിംഗ് ഓഫ് ദി ടു ഹൗസസ് ഓഫ് ദി പാർലമെന്റ്. അപ്പം ഇന്ത്യ കടമെടുത്തത് ഒന്നാമത്തെ രാജ്യം ഓസ്ട്രേലിയ, അതിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റ്, ഫ്രീഡം ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സ്, ജോയിന്റ് സിറ്റിംഗ് ഓഫ് ടു ഹൗസസ് ഓഫ് ദി പാർലമെന്റ്. കാനഡയിൽ നിന്ന് ഫെഡറേഷൻ വിത്ത് ദ സ്ട്രോങ് സെന്റർ, vasting of the residuary powers in the center, appointment of the state governors by the center, advisory jurisdiction of the Supreme Court. നാല് കാര്യങ്ങളാണ്. കാനഡയിൽ നിന്ന് ഫെഡറേഷൻ വിത്ത് ദി സ്ട്രോങ് സെന്റർ, വാസ്റ്റിംഗ് ഓഫ് ദി റെസിഡ്യൂറി പവേഴ്സ് ഇൻ ദി സെന്റർ, അപ്പോയിന്റ്മെന്റ് ഓഫ് ദി സ്റ്റേറ്റ് ഗവർണേഴ്സ് ബൈ ദി സെന്റർ, അഡ്വൈസറി ജുഡിസ്ഡിക്ഷൻ ഓഫ് ദി സുപ്രീം കോർട്ട്. അയർലൻഡിൽ നിന്ന് ഡയറക്റ്റീവ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പോളിസി, ദി നോമിനേഷൻ ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി രാജ്യസഭ, മെത്തേഡ് ഓഫ് ഇലക്ഷൻ ഓഫ് ദി പ്രസിഡന്റ്. അയർലൻഡിൽ നിന്ന് ഡയറക്റ്റീവ് DPSP, ദി നോമിനേഷൻ ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി രാജ്യസഭ, മെത്തേഡ് ഓഫ് ദി ഇലക്ഷൻ ഓഫ് ദി പ്രസിഡന്റ് ആണ് അയർലൻഡിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ജപ്പാനിൽ നിന്ന് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് വിത്ത് ദി ലോ എന്ന് പറഞ്ഞ കാര്യമാണ് ജപ്പാനിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത്. സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ എടുത്തിട്ടുള്ളത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഐഡിയൽസ് ഓഫ് ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇൻ ദി പ്രിയാമ്പിളിലെ ഐഡിയൽ ഓഫ് ജസ്റ്റിസും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുമാണ് റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന് എടുത്തിട്ടുള്ളത്. യുണൈറ്റഡ് കിങ്ഡം എടുത്തിട്ടുള്ളത് പാർലമെന്ററി ഗവൺമെന്റ്, റൂൾ ഓഫ് ലോ, ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ക്യാബിനറ്റ് സിസ്റ്റം, പ്രൊഗ്രേറ്റീവ് റിട്സ്, പാർലമെന്ററി പ്രിവിലേജ്, ബൈക്യാമറലിസം. അപ്പോൾ യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്ന് എടുത്തിട്ടുള്ളത് പാർലമെന്ററി ഗവൺമെന്റ്, റൂൾ ഓഫ് ലോ, legislative procedure, single citizenship, cabinet system, prerogative rights, parliamentary privilege, bicameralism. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. US എന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് എടുത്തിട്ടുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, ജുഡീഷ്യൽ റിവ്യൂ, impeachment of the president, removal of Supreme Court and High Court judges, post of the vice president. ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് എടുത്തിട്ടുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ്, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, ജുഡീഷ്യൽ റിവ്യൂ, impeachment of the president, removal of the Supreme Court and High Court judges, post of the vice president. ജർമ്മനിയിൽ നിന്ന് എടുത്തിട്ടുള്ളത് സസ്പെൻഷൻ ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിംഗ് ദി എമർജൻസി. എമർജൻസിയുടെ സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യാനുള്ള കാര്യം ജർമ്മനിയിൽ നിന്നിട്ടാണ് എടുത്തിട്ടുള്ളത്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് പ്രൊസീജിയർ ഫോർ ദി അമെൻഡ്മെന്റ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദി രാജ്യസഭ. അപ്പം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് എടുത്തിട്ടുള്ളത് പ്രൊസീജിയർ ഫോർ ദി അമെൻഡ്മെന്റ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദി രാജ്യസഭ. ഫ്രാൻസിൽ നിന്ന് റിപ്പബ്ലിക്, ഐഡിയൽ ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫെർട്ടേണിറ്റി ഇൻ ദ പ്രിയാമ്പിളിലുള്ള ലിബർട്ടി, ഇക്വാലിറ്റി, ഫെർട്ടേണിറ്റിയും റിപ്പബ്ലിക്കുമാണ് ഫ്രാൻസിൽ നിന്നും കടമെടുത്തിട്ടുള്ളത്. ഇനി ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നതിന് മുന്നേ മറ്റൊരു നടപടി സ്വീകരിച്ചു, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇതിൽ നിന്ന് ഫെഡറൽ സ്കീം, ഓഫീസ് ഓഫ് ഗവർണർ, ജുഡീഷ്യറി, പബ്ലിക് സർവീസ് കമ്മീഷൻ, എമർജൻസി പ്രൊവിഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽ, ഇത്രയും കാര്യങ്ങൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്ന് ഇന്ത്യൻ ഭരണഘടനയിലോട്ട് എടുത്തിട്ടുണ്ട്. ഫെഡറൽ സ്കീം, ഓഫീസ് ഓഫ് ഗവർണർ, ജുഡീഷ്യറി, പബ്ലിക് സർവീസ് കമ്മീഷൻ, എമർജൻസി പ്രൊവിഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽ, ഇത്രയും കാര്യങ്ങളും കടമെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിൽ കിടക്കുമ്പോൾ പാർട്ട് 1 പറഞ്ഞിരിക്കുന്നത് ദി യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി ആണ്. അതിൽ ആർട്ടിക്കിൾ 1 മുതൽ 4 വരെയും. പാർട്ട് 2 സിറ്റിസൺഷിപ്പ് ആണ്. അത് ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയും.
പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെയും. പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ആണ്. അതിൽ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ്. പാർട്ട് 4 പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. അത് ആർട്ടിക്കിൾ 52 തൊട്ട് 151 വരെയാണ്. പാർട്ട് 6 ദ സ്റ്റേറ്റ്സ് ആണ്. അത് ആർട്ടിക്കിൾ 152 തൊട്ട് 237 വരെയാണ്. ഇനി പാർട്ട് 7 റിപ്പീൽഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ 7th അമെൻമെന്റ് ആക്ട് 1956 ആണ്. പാർട്ട് 8 എന്ന് പറയുന്നത് ദ യൂണിയൻ ടെറിട്ടറി ആണ്. ആർട്ടിക്കിൾ 239 തൊട്ട് 242 വരെയാണ്. പാർട്ട് 9 എന്ന് പറയുന്നത് പഞ്ചായത്ത് ആണ്. ആർട്ടിക്കിൾ 243 മുതൽ 243 വരെയാണ്. പാർട്ട് 9A പറയുന്നത് ദ പ്രിൻസിപ്പാലിറ്റീസ്. അത് ആർട്ടിക്കിൾ 243P തൊട്ട് 243Z വരെയാണ്. പാർട്ട് 9B പറയുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ആർട്ടിക്കിൾ 243ZH തൊട്ട് 243ZT വരെയാണ്. പാർട്ട് 10 പറയുന്നത് ദ ഷെഡ്യൂൾഡ് ആൻഡ് ട്രൈബൽ ഏരിയ. ആർട്ടിക്കിൾ 244 മുതൽ 244A വരെയാണ്. ഇനി പാർട്ട് 11 റിലേഷൻ ബിറ്റ്വീൻ ദി യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്. ആർട്ടിക്കിൾ 245 മുതൽ 263 വരെ. പാർട്ട് 12 ഫിനാൻസ്, പ്രോപ്പർട്ടി, കോൺട്രാക്ട് ആൻഡ് സ്യൂട്ടിനെ കാര്യപ്പെടുന്നത് 264 മുതൽ 300A വരെയുള്ള ആർട്ടിക്കിളാണ്. പാർട്ട് 13 ട്രേഡ്, കൊമേഴ്സ്, ഇന്റർകോഴ്സ് വിത്തിൻ ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ. അതിൽ ആർട്ടിക്കിൾ 301 മുതൽ 307 വരെയാണ്. പാർട്ട് 14 സർവീസ് അണ്ടർ ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്. അതിൽ ആർട്ടിക്കിൾ 308 മുതൽ 323 വരെയാണ്. പാർട്ട് 14 പറയുന്നത് ട്രൈബ്യൂണൽസ് ആണ്. ആർട്ടിക്കിൾ 323 തൊട്ട് 323B വരെയാണ്. പാർട്ട് 15 പറയുന്നത് ഇലക്ഷൻ ആണ്. ആർട്ടിക്കിൾ 324 മുതൽ 329 വരെയാണ്. പാർട്ട് 16 പറയുന്നത് സ്പെഷ്യൽ പ്രൊവിഷൻ റിലേഷൻ ടു സർട്ടൻ ക്ലാസസ് ആണ്. ആർട്ടിക്കിൾ 330 മുതൽ 342 വരെയാണ്. ഇനി പാർട്ട് 17 പറയുന്നത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. ആർട്ടിക്കിൾ 343 മുതൽ 351 വരെയാണ്. പാർട്ട് 18 പറയുന്നത് എമർജൻസി പ്രൊവിഷൻ ആണ്. 22 തൊട്ട് 360 വരെ. പാർട്ട് 19 പറയുന്നത് മിസ്ലേനിയസ് ആണ്. 361 മുതൽ 367 വരെ. പാർട്ട് 20 പറയുന്നത് അമെൻമെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 368. പാർട്ട് 21 പറയുന്നത് ടെമ്പററി ട്രാൻസാക്ഷൻ ആൻഡ് സ്പെഷ്യൽ പ്രൊവിഷൻ ആണ്. ആർട്ടിക്കിൾ 369 മുതൽ 392 വരെ. പാർട്ട് 22 ഷോ ടൈറ്റിൽ, കമോസ്മെന്റ് അതോറിറ്റി, ടെക്സ്റ്റ് ഇൻ ദി ഹിന്ദി ആൻഡ് റിപ്പീറ്റ്. അത് ആർട്ടിക്കിൾ 393 മുതൽ 395 വരെയാണ്. ഈ പാർട്ട് കൃത്യമായിട്ടും പഠിക്കണം. കാരണം ഇത്രയും പാർട്ട് 1 മുതൽ 22 വരെയുള്ള പാർട്ട് കൃത്യമായിട്ട് പഠിക്കണം. എല്ലാ വർഷവും ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. ഏതെങ്കിലും പാർട്ട് വെച്ച് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ കൃത്യമായിട്ട് ചോദിക്കുന്നതാണ്. പാർട്ട് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അടുത്തത് ഫസ്റ്റ് ഷെഡ്യൂൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് കണ്ടെയ്ൻ ദ നെയിം ആൻഡ് ദ സ്റ്റേറ്റ് യൂണിയൻ. territorial jurisdiction of the state is also included. Second schedule പറയുന്നത് of the constitution, the provision in the relation to allowance, privilege, endowments of the President of India, governors of the Indian state, Speaker of Lok Sabha and Deputy Speaker of Lok Sabha, Chairman of Rajya Sabha and Deputy Chairman of the Rajya Sabha, Speaker and Deputy Speaker of the Legislative Assembly of the state, Chairman and Deputy Chairman of the Legislative Council of the Indian Church, Supreme Court of Judges, High Court Judges, Comptroller and Auditor General of India. അപ്പം ഒന്നാമത്തെ ഷെഡ്യൂളിലും രണ്ടാമത്തെ ഷെഡ്യൂളിലും ഇത്രയും കാര്യങ്ങളുണ്ട്. ഇത് കൃത്യമായിട്ടും പഠിക്കേണ്ടതാണ്.
ഇനി മൂന്നാമത്തെ തേർഡ് ഷെഡ്യൂൾ ഇറ്റ് കണ്ടെയ്ൻ ദ form of the oath and affirmation of the Union Minister of the State of India, Parliamentary election candidates, members of the Parliament, Supreme Court judges, Comptroller and Auditor General, State Minister, State Legislature election candidates, State Legislature members, High Court judges. ഇതാണ് മൂന്നാമത്തെ ഷെഡ്യൂൾ പറഞ്ഞിട്ടുള്ള fourth schedule. It contains the provision of the relation between the allocation of the seat for the state and union territory in the Rajya Sabha. Fifth schedule, it contains provision in the relation to the administration and the control of the scheduled areas and scheduled tribes. Sixth schedule, it contains provision in the relation to the administration of the tribal area in the state of Meghalaya, Assam, Tripura and Mizoram. ഇത്തരം കാര്യങ്ങളാണ് 4ലും 5ലും 6ലും ഷെഡ്യൂളിൽ കൃത്യമായിട്ട് പറയുന്നത്. ഇനി 7ാമത്തെ ഷെഡ്യൂൾ, 7th schedule, this schedule deals with the 3 legislative list, യൂണിയൻ സ്റ്റേറ്റ് കൺകറന്റ്. അപ്പം 7ാമത്തെ ഷെഡ്യൂളിലാണ് യൂണിയനും സ്റ്റേറ്റും കൺകറന്റും വരുന്നത്. ഇതെല്ലാ വർഷം ചോദിക്കുന്നതാണ് കൺകറന്റ് ലിസ്റ്റ് ഏത് ഷെഡ്യൂളാണ് വരുന്നത് എന്ന്. ഇത് 7ാമത്തെ ഷെഡ്യൂളാണ് വരുന്നത്. ഇനി 8th schedule, it deals with the 22 official language recognized by the Indian Constitution: Assami, Bengali, Bodo, Dongi, Gujarati, Hindi, Kannada, Kashmiri, Konkani, Marathi, Malayalam, Manipuri, Marathi, Nepali, Oriya, Punjabi, Sanskrit, Santali, Sindhi, Tamil, Telugu, Urdu. അപ്പം 22 ലാംഗ്വേജ് പറഞ്ഞിരുന്നത് 8ാമത്തെ ഷെഡ്യൂളാണ് ലാംഗ്വേജ് മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. ഇനി 9ാമത്തെ ഷെഡ്യൂൾ, 9th schedule, it deals with the state act, the regulation that deals in the land reform and the abolition of the Semindari system. It also deals with the act of regulation of the parliament dealing with the other matters. First Amendment Act 1951 added in the 9th schedule to protect the laws included in the form judicial scrutiny on the ground of violation of the fundamental rights. However, in 2007, the Supreme Court ruled that the law included in the schedule after April 24, 1973 are now open the judicial review. അപ്പോൾ 9ാമത്തെ ഷെഡ്യൂൾ പറഞ്ഞിട്ടുള്ളത് സെമീന്ദാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. 9ാമത്തെ ഷെഡ്യൂളാണ്. അത് അമെൻഡ് ചെയ്ത് 1951 ഇത് അമെൻഡ് ചെയ്ത് മാറിയത്. 2007 ഇതിൽ 9th ഷെഡ്യൂൾ കേട്ടിട്ടുള്ളത് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന മറ്റൊരു കാര്യം 1973 ഏപ്രിൽ 24 കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 10ാമത്തെ ഷെഡ്യൂൾ, 10th schedule, it contains provision relating to the disqualification of the members of the parliament and the state legislature on the grounds of subjection. This schedule was